അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനുണ്ടായ വിജയം ചരിത്രപരമെന്ന് മാത്രമേ വിശേഷിപ്പിക്കാനാവൂ. ചരിത്രപരം എന്ന് ആലങ്കാരികമായിട്ട് പല തിരഞ്ഞെടുപ്പ് വിജയങ്ങളെ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ ഇതിനെ പൂർണ്ണമായിട്ടും ചരിത്രപരം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കാരണമുണ്ട്. കാരണം അമേരിക്കയിൽ ഒരു തവണ പ്രസിഡന്റ് ആയിട്ടിരുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം 2016 മുതൽ 20 വരെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം പ്രസിഡന്റ് പദവിയിൽ നിന്ന് പുറത്തുപോയി ജോയ് ബൈഡനോട് പരാജയപ്പെട്ട് 2020. അതിനുശേഷം 24 അദ്ദേഹം വീണ്ടും ഒരു വലിയ വിക്ടറി നേടി അധികാരത്തിലേക്ക് വരികയാണ്. അത് അമേരിക്കയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്ന 130 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇതിനു മുമ്പ് ബരാക് ഒബാമ എന്ന പ്രസിഡന്റ് തുടർച്ചയായിട്ട് അമേരിക്കയിൽ അധികാരത്തിൽ ഇരുന്നുണ്ട് 2 പ്രാവശ്യം. അവിടെ 2 പ്രാവശ്യം മാത്രമേ അധികാരത്തിൽ മാക്സിമം ഇരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ അതിനു മുമ്പ് ജോർജ് ബുഷ് ഇതുപോലെ അധികാരത്തിൽ, അതൊക്കെ തുടർച്ചയായിട്ടാണ്. അല്ലാതെ ഒരിക്കൽ അധികാരത്തിൽ നിന്ന് തോറ്റിട്ട് പിന്നീട് തിരിച്ച് അധികാരത്തിൽ വന്ന ചരിത്രം ഈ അടുത്ത കാലത്ത് 130 വർഷങ്ങൾക്ക് മുമ്പേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇത് ചരിത്രമാണ്. രണ്ടാമത്തെ ചരിത്രം എന്ന് പറയുന്നത് 2 തവണ അമേരിക്കയിൽ ഇംപീച്ച്മെന്റ് നടപടികൾ നേരിട്ട ഒരാൾ വീണ്ടും അമേരിക്കയിൽ പ്രസിഡന്റ് പദവിയിലേക്ക് വരുന്നതും ഇതുവരെയ്ക്കും അങ്ങനെ സംഭവിച്ചിട്ടില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടി കഴിഞ്ഞ 20 വർഷത്തിന് ഇടയ്ക്ക് വെച്ച്, ട്രംപിന്റെ പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ, കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് വെച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും ജനങ്ങളുടെ വോട്ടിൽ മുന്നിൽ വന്നിട്ടില്ല. അവിടെ ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്ന മറ്റൊരു സംവിധാനമുണ്ട്. അതുവഴിയാണ് കഴിഞ്ഞ തവണ ട്രംപ് പ്രസിഡന്റ് ആയത്. ആ തവണ അദ്ദേഹത്തിന് ജനങ്ങളുടെ വോട്ട് ഹിലാരി ക്ലിന്റനെക്കാളും കുറവായിരുന്നു. പിന്നീട് ഏറ്റവും പ്രധാനമായിട്ട് 4 കേസുകളിൽ അദ്ദേഹം വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കേസുകളിൽ ഏതെങ്കിലും കുറ്റക്കാരെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാനൊക്കെ അദ്ദേഹത്തിന് പറ്റും. കാര്യം ഭരണഘടനാപരമായിട്ട് അങ്ങനെ പ്രസിഡന്റ് പദവി വഹിക്കുന്നതിന് വലിയ തടസ്സങ്ങളൊന്നുമില്ല. കുറ്റക്കാരനായാലും ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കുന്ന ഒരു സാഹചര്യം വേണമെങ്കിലും വന്നേക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഈ അമേരിക്കൻ പ്രസിഡന്റായിട്ട് ട്രംപ് വരുന്നത് വലിയ ഒരു ചരിത്രപരമായിട്ടുള്ള കാര്യമാണ് അമേരിക്കയിൽ. പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം അമേരിക്കയിൽ അധികാരത്തിൽ വന്നു എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ അധികാരത്തിലേക്കുള്ള വരവ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനും ഒപ്പം ലോകത്തിനും എത്രമാത്രം ഗുണമോ ദോഷമോ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നതാണ്. എന്തുകൊണ്ട് അദ്ദേഹം അധികാരത്തിൽ വന്ന് നോക്കാം. അവിടുത്തെ അഭിപ്രായ സർവേകൾ മിക്കതും പ്രവചിച്ചിരുന്നത് ഒന്നുകിൽ കമലാ ഹാരിസ് ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപും കമലാ ഹാരിസും ഒക്കെ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്നൊക്കെയാണ്. പക്ഷേ ആ പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു വലിയ വിജയമാണ് നേടാൻ കഴിഞ്ഞത്. ഇലക്ട്രൽ വോട്ടുകളിൽ 312 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. 270 വോട്ട് മതി അവിടെ പ്രസിഡന്റ് ആവാൻ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും വൻ ഭൂരിപക്ഷം. കുറേ വർഷത്തിന് ശേഷം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അവിടുത്തെ ഇന്ത്യക്ക് ലോക്സഭയും രാജ്യസഭയും ഉള്ളതുപോലെ അമേരിക്കൻ കോൺഗ്രസിന് സെനറ്റും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും എന്ന 2 സഭകളുണ്ട്. ഈ 2 സഭയിലും ഭൂരിപക്ഷം. അദ്ദേഹത്തിന് ഈ അവിടുത്തെ 7 സ്റ്റേറ്റുകൾ സ്വിംഗ് സ്റ്റേറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. മൊത്തം 50 സ്റ്റേറ്റുകൾ അമേരിക്കയിലുള്ളത്. അതിൽ 7 സ്റ്റേറ്റുകളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കോ ഡെമോക്രാറ്റിക് പാർട്ടിക്കോ അങ്ങനെ വ്യക്തമായ ആധിപത്യമില്ല. ആര് വേണമെങ്കിലും ജയിക്കാം. ഈ 7 സ്വിംഗ് സ്റ്റേറ്റുകളാണ് അമേരിക്കയിൽ ആര് പ്രസിഡന്റ് ആവാൻ തീരുമാനിക്കുന്നത്. പക്ഷേ 7 സ്വിംഗ് സ്റ്റേറ്റുകളിലും കമലാ ഹാരിസിന് മുൻതൂക്കം കിട്ടുമെന്നാണ് കരുതിയിരുന്ന കാര്യം. ട്രംപ് എടുക്കുന്ന പല നിലപാടുകളും കറുത്ത വർഗ്ഗക്കാർ ഉൾപ്പെടുന്ന ആൾക്കാർക്കും ഒപ്പം മറ്റ് ഈ മൈഗ്രന്റ് ആയിട്ട് അവിടെ പോയി താമസിക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഒരു മോശമാവുന്ന തീരുമാനങ്ങളാണ്. അതുകൊണ്ട് അവരുടെ ഒന്നും സപ്പോർട്ട് ട്രംപിന് കിട്ടില്ല. ഒപ്പം കമലാ ഹാരിസ് വനിതയായതുകൊണ്ട് വനിതകളുടെ സപ്പോർട്ട് എല്ലാം കമലാ ഹാരിസിനെ കിട്ടുള്ളൂ എന്നൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷേ അതൊന്നുമല്ല സംഭവിച്ചത്. ഈ പറഞ്ഞ ആൾക്കാരുടെ ഇടയിലെല്ലാം ട്രംപിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ 7 സ്വിംഗ് സ്റ്റേറ്റുകളും അദ്ദേഹത്തിനൊപ്പം നിന്നു. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും? അതിനൊരു പ്രധാന കാരണം എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു കമ്പാരിസൺ നടത്താൻ പറ്റും. നിങ്ങൾ എത്രത്തോളം അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. 2014 മുമ്പ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ വലിയൊരു ക്യാമ്പയിനിങ് നടന്നിരുന്നു. മൻമോഹൻ സിംഗ് 10 വർഷം ഇന്ത്യ ഭരിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും ദുർബലനായ പ്രധാനമന്ത്രിയാണ് എന്ന്. അതിൽ കുറച്ചൊക്കെ കാര്യമുണ്ടായിരുന്ന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് കാരണം, നമുക്ക് അങ്ങനെ ദുർബലനം തോന്നിക്കാൻ കാരണം അദ്ദേഹം ദുർബലനായതുകൊണ്ടും അല്ല, അദ്ദേഹത്തിന്റെ പാർട്ടി കൺട്രോൾ ചെയ്യപ്പെട്ടിരുന്ന സോണിയാഗാന്ധിയാലാണ്. സോണിയാഗാന്ധി അന്ന് ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്. കോൺഗ്രസ് അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. അപ്പോൾ സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രി ആവാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ അവർ പിക്ക് ചെയ്തൊരു ചോയ്സ് ആയിരുന്നു മൻമോഹൻ സിംഗ്. അപ്പോൾ മൻമോഹൻ സിംഗിന് സോണിയാഗാന്ധിയുടെ താഴെ ഒരു നമ്പർ 2 ആയിട്ട് മാത്രമേ നിൽക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് അത്തരത്തിലൊരു തോന്നൽ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ ജയലളിത ഒരിക്കൽ കേസിൽ വന്ന് ജയിലിൽ പോയപ്പോഴത്തേക്ക് അവർ പനീർ സെൽവത്തിനെ മുഖ്യമന്ത്രിയാക്കി. അപ്പം അദ്ദേഹം അന്ന് ജയലളിത ഇരുന്ന കസേരയിൽ ഇരിക്കാറ് പോലും ഇല്ലായിരുന്നു. അപ്പോൾ അവിടെയും ഒരു ദുർബലനായ മുഖ്യമന്ത്രി നമുക്ക് തോന്നി. അത് സ്വാഭാവികമാണ്. അപ്പൊ ഈ ഒരു ക്യാമ്പയിനിങ് മോദിയും എല്ലാവരും നടത്തി. മൻമോഹൻ സിംഗ് ഭയങ്കര ദുർബലനായ പ്രധാനമന്ത്രിയാണ്, ഇന്ത്യക്ക് അദ്ദേഹത്തിനെ കൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, സോണിയാഗാന്ധിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അത് അദ്ദേഹത്തിന്റെ പുറത്താകലിൽ അന്ന് ഒരു വലിയ പങ്ക് വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇമേജ് അദ്ദേഹത്തിനെ കുറിച്ച് സൃഷ്ടിച്ച. ഇതുപോലെ അമേരിക്കയിൽ ജോയ് ബൈഡൻ എന്ന് പറയുന്ന പ്രസിഡന്റ് അമേരിക്കയുടെ ഈ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും ദുർബലനായ പ്രസിഡന്റ് ആണ് തോന്നിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രായാധിക്യം മൂലം അദ്ദേഹത്തിന് ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹം പല വേദികളിലും
പല കാര്യങ്ങളും പറയാൻ ബുദ്ധിമുട്ടുന്നതും ഒക്കെ കണ്ടു. അതുപോലെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ലോകത്തിൽ 2 യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ വെസ്റ്റ് ഏഷ്യയിൽ കുറെ പ്രശ്നങ്ങളുണ്ടാവില്ലേ, ഇസ്രായേലും ഇറാനും തമ്മിലും ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലും ഒക്കെ. ആ പ്രശ്നങ്ങളിൽ ഇഫക്റ്റീവായിട്ട് ഇടപെടാനോ അവിടുത്തെ മനുഷ്യ കുരുതി കുറയ്ക്കാനോ ഒന്നും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ദുർബലനായ പ്രസിഡന്റ് ആണ് എന്ന് ലോകത്തിനും അമേരിക്കയ്ക്കും തോന്നി. അതുപോലെ തന്നെ യുക്രൈൻ റഷ്യ വാറിലും ഇഫക്റ്റീവായിട്ട് ഇടപെടാൻ കഴിഞ്ഞില്ല. ഒപ്പം കോവിഡിന് ശേഷം ഉള്ള അമേരിക്കൻ എക്കോണമിയെ ഒരുവിധമൊക്കെ മുന്നിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെങ്കിലും അവിടുത്തെ വിലക്കയറ്റം പോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതിലും ബൈഡൻ പരാജയപ്പെട്ടു. അപ്പൊ ഇതൊക്കെ കൊണ്ട് മാഗ എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് അവിടെ ട്രംപ് സ്റ്റാർട്ട് ചെയ്യണം. അത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അതായത് ട്രംപിന്റെ പ്രസിഡൻസിയിൽ അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് ആക്കാം. ഇന്ന് അമേരിക്കയ്ക്ക് ലോകത്തിൽ ഉണ്ടായിരുന്ന മഹനീയമായ സ്ഥാനം ബൈഡന്റെ പ്രസിഡൻസിയിൽ നഷ്ടപ്പെട്ടു എന്ന ഒരു പ്രചാരണം അദ്ദേഹം അഴിച്ചുവിടുകയാണ്. അതിന് എലോൺ മസ്ക് എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ സപ്പോർട്ടും അദ്ദേഹത്തിന് കിട്ടുകയാണ്. അദ്ദേഹം ഓപ്പണായിട്ട് എലോൺ മസ്ക് ട്രംപിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുകയും ചെയ്തു. ഇത് എല്ലാം കൂടെ ആയപ്പോൾ ട്രംപിന് അനുകൂലമായിട്ടുള്ള തരംഗം അമേരിക്കയിൽ ഉണ്ടാകുന്നതിന് കാരണമായി. ഇനി ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ വ്യക്തി അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് വരുമ്പോൾ ഇപ്പോൾ ലോകത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ അടുത്തതായിട്ട് നോക്കുന്നത്. ഇപ്പോൾ ലോകത്തിൽ 2 യുദ്ധങ്ങൾ നടക്കുകയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഒരു യുദ്ധം ഇസ്രായേൽ വെസ്റ്റ് ഏഷ്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധമാണ്. അതിനെന്ത് സംഭവിക്കും? ഇസ്രായേലിന് ബൈഡൻ അത്യാവശ്യം സപ്പോർട്ട് കൊടുത്തിരുന്നു. അതിനേക്കാളും വലിയ സപ്പോർട്ടായിരിക്കും ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പോകുന്നത്. അതിന്റെ കാരണം കഴിഞ്ഞ ട്രംപിന്റെ പ്രസിഡന്റ് പദവി വഹിച്ചിരുന്ന സമയത്ത് 2016-20 കാലഘട്ടത്തിൽ ഇസ്രായേലിന് അദ്ദേഹം കൊടുത്ത സപ്പോർട്ടിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇസ്രായേലിന്റെ ക്യാപിറ്റലായിട്ട് ജെറുസലേമാണ് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത്. ജെറുസലേം ഇസ്രായേലിന്റെ ക്യാപിറ്റൽ. നമ്മൾ ബുക്കുകളൊക്കെ വായിച്ചു നോക്കിയാലോ ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊക്കെ ഇസ്രായേലിന്റെ ക്യാപിറ്റലായിട്ട് ജെറുസലേമാണ് കാണിക്കുന്നത്. പക്ഷേ ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ഇസ്രായേലിന്റെ തലസ്ഥാനമായിട്ട് ജെറുസലേമിനെ അംഗീകരിച്ചിട്ടില്ല. അതൊരു ഡിസ്പ്യൂട്ടഡ് ഏരിയ ആയതുകൊണ്ട്. ഇന്ത്യ ഉൾപ്പെടെ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ എംബസിയൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് ടെൽ അവീവ് എന്ന് പറയുന്ന ഇസ്രായേൽ സിറ്റിയിലാണ്. അമേരിക്കയും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇസ്രായേലിന്റെ തലസ്ഥാനമായിട്ട് ജെറുസലേമിനെ അംഗീകരിക്കുകയും അമേരിക്കയുടെ ഇസ്രായേലിലെ എംബസിയെ ടെൽ അവീവിൽ നിന്ന് മാറ്റി ജെറുസലേമിലേക്ക് സ്ഥാപിക്കുകയും ചെയ്തു. ഒപ്പം ഇസ്രായേൽ സിറിയയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് ഒക്യുപ്പൈ ചെയ്ത് വെച്ചിരുന്ന പ്രദേശമാണ് ഗൊലാൻ ഹൈറ്റ്സ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഗൊലാൻ കുന്നുകൾ എന്നറിയപ്പെടുന്ന പ്രദേശം. ഈ ഗൊലാൻ കുന്നുകളെയും ഒരു തർക്ക പ്രദേശമായിട്ടാണ് ലോകം കണക്ക് കൂട്ടുന്നത്. പക്ഷേ ട്രംപ് ഗൊലാൻ കുന്നുകൾ ഇസ്രായേലിൻ്റെതായിട്ട് അംഗീകരിക്കുകയാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള നടപടികൾ എടുത്ത ആളാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെസ്റ്റ് ഏഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ നേതൃത്വത്തിലുള്ള യുദ്ധത്തിലും ഇസ്രായേലിന് കൂടുതൽ ശക്തമായ പിന്തുണ ട്രംപിന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോഴും ഇറാൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ട്രംപ്. കാരണം എന്ന് പറയുന്നത് ഇറാന് മുമ്പ് ഒരുപാട് ദ്രോഹിക്കുന്ന സമീപനം തന്നെ ട്രംപ് സ്വീകരിച്ചിരുന്നത്. ഇറാനുമായിട്ടുള്ള ഒരു ആണവ കരാർ ലോകത്തിലെ പ്രധാന ശക്തികൾ ചേർന്ന് ഉണ്ടാക്കിയപ്പോൾ ആ ആണവ കരാറിൽ നിന്ന്, അന്ന് ബരാക് ഒബാമയുടെ പീരീഡിലാണ് ഈ ആണവ കരാറൊക്കെ ഇറാനുമായിട്ട് ഉണ്ടാക്കുന്നത്. ആ ആണവ കരാറിൽ നിന്ന് അമേരിക്കയെ പിൻവലിക്കുകയാണ് ട്രംപ് 2016 പ്രസിഡന്റ് ആയപ്പോൾ ആദ്യം ചെയ്തൊരു പ്രവൃത്തി. അങ്ങനെ ഇറാനെ പല രീതിയിൽ അദ്ദേഹം പ്രഷർ ചെയ്തിട്ടുണ്ട്. ഇറാനെതിരെ ഒരുപാട് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഇറാനുമായിട്ടൊരു യുദ്ധത്തിന് അദ്ദേഹം പോകാൻ തയ്യാറല്ല. കാരണം എന്ന് വെച്ചാൽ ഇറാന് ഒരു യുദ്ധത്തിലേക്ക് പോയാൽ മൊത്തം പശ്ചിമേഷ്യയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി ലോകത്തിലെ ഓയിൽ വ്യാപാരത്തിനേക്ക് അത് ബാധിക്കുകയും അമേരിക്കയുടെ തന്നെ വളർച്ചയൊക്കെ അത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്കയെ വീണ്ടും മഹത്തായ രാജ്യമാക്കി മാറ്റുമെന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം അധികാരത്തിൽ വരുന്നത്. അപ്പം വീണ്ടും അമേരിക്കയെ കൂടുതൽ പ്രോസ്പിരിറ്റിയിലേക്ക്, പുരോഗതിയിലേക്ക് നയിക്കാനുള്ള പദ്ധതികളെ തകിടമറിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹം കൂടുതൽ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ചൈന ആയിരിക്കും. ചൈന എന്ന് പറഞ്ഞ രാജ്യത്തിന് വ്യാപാര മേഖലയിൽ വലിയ താരിഫുകളൊക്കെ, വലിയ ടാക്സുകളൊക്കെ ഏർപ്പെടുത്തി അദ്ദേഹം കുറച്ചൊന്ന് ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. ചൈന അതിനെക്കുറിച്ച് ബോധവാന്മാരുമാണ്. അതുകൊണ്ടാണ് ഈ ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ ചൈന മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതും അതുപോലെ ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പരിഹരിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇന്ത്യ എന്ന് പറഞ്ഞൊരു വലിയ വിപണിയും കൂടെ ചൈനയ്ക്ക് നഷ്ടപ്പെട്ടാൽ അമേരിക്കൻ വിപണി അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഒരു വലിയ രീതിയിൽ. അപ്പം അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ കടന്നു കയറാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ അതിർത്തി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഈ ഇടയ്ക്ക് മോദിയുമായിട്ട് റഷ്യയിൽ വച്ച് ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ് ചർച്ചകളൊക്കെ നടത്തിയെന്നാണ് നമുക്ക് അനുമാനിക്കാം. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ യുദ്ധം യുക്രൈൻ റഷ്യ യുദ്ധം ട്രംപ് അധികാരത്തിൽ വന്നാൽ 1 മാസം കൊണ്ട് തീർക്കുമെന്നാണ് അദ്ദേഹം മുമ്പ് പല പ്രചരണ യോഗങ്ങളിലും പറഞ്ഞത്. 1 മാസം കൊണ്ടൊന്നും തീർക്കാൻ പറ്റില്ലെങ്കിലും യുക്രൈൻ്റെ പൊസിഷൻ കുറച്ച് പരിങ്ങലിലാവാൻ സാധ്യതയുണ്ട്. കാര്യം ട്രംപ് ഒരു റഷ്യൻ പക്ഷപാതിയാണ്. അദ്ദേഹം ഇലക്ഷനിൽ ജയിച്ചതിന് ശേഷവും ട്രംപ് പറഞ്ഞത് പുടിനുമായിട്ട് ഞാൻ ഉടനെ ഫോണിൽ സംസാരിക്കും, പുടിനുമായിട്ട് ചർച്ചകൾ നടത്താൻ ഞാൻ വളരെ താല്പര്യമുള്ള ആളാണ് എന്നാണ്. ഈ യുക്രൈന് കൊടുക്കുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് അമേരിക്കയുടെ പ്രസിഡന്റ് ജോയ് ബൈഡൻ യുക്രൈന് റഷ്യയുമായിട്ടുള്ള യുദ്ധം നടത്താൻ വേണ്ടി കൊടുത്തത്. പക്ഷെ അതെല്ലാം നിർത്തലാക്കും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിർത്തലാക്കുകയാണെന്നുണ്ടെങ്കിൽ
യുക്രൈന് റഷ്യയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും. അപ്പം അതായിരിക്കും ആ യുദ്ധത്തിന്റെ പുരോഗതി, അല്ലെങ്കിൽ ആ യുദ്ധത്തിന്റെ അവസാനം. യുക്രൈന് റഷ്യയുടെ മുന്നിൽ അടിയറവ് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ട്രംപ് ഈ പ്രചരണ വേളയിൽ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യക്ക് എല്ലാ കാലത്തും ഒരു നല്ല സുഹൃത്തായിരുന്നു ഡൊണാൾഡ് ട്രംപ്. 2016 തൊട്ട് 2020 വരെയുള്ള അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടത്തിൽ മോദിയുമായിട്ട് അദ്ദേഹം വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കുകയും മോദിയുമായിട്ടുള്ള ആ വ്യക്തിപരമായ ബന്ധം വഴി ഇന്ത്യക്ക് അത്യാവശ്യം നല്ല നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടത്തിൽ ഇന്ത്യയും ചൈനയുമായിട്ട് കുറെ പ്രോബ്ലംസ് ഉണ്ടായി. ആ പ്രശ്നങ്ങളുടെ ഇടയിൽ അമേരിക്കയിലെ മറ്റ് പ്രസിഡന്റുമാരൊന്നും ചെയ്യാത്ത ഒരു കാര്യം ട്രംപ് ഇന്ത്യക്ക് വേണ്ടി ചെയ്തായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ കുറെ ഡ്രോൺസ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ, അതുപോലെ നിരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രോണുകൾ എല്ലാം ഇന്ത്യക്ക് ആ ഒരു യുദ്ധമൊന്നും ഉണ്ടായില്ല, നമുക്കൊരു വലിയൊരു പ്രശ്നം ഉണ്ടായി. രണ്ട് സൈഡിലെയും പട്ടാളങ്ങൾ മുഖാമുഖം നോക്കി നിന്ന്. അപ്പം ഇതെല്ലാം കൊടുത്ത് ഇന്ത്യയെ ആ സമയത്ത് സഹായിച്ചിരുന്നു. അതുപോലെ ക്വാഡ് എന്ന് പറയുന്നൊരു സഖ്യം രൂപീകരിച്ചതും ഡൊണാൾഡ് ട്രംപ് ആണ്. ക്വാഡ് എന്ന് പറയുന്നത് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ഒരു സഖ്യമാണ്. അതിൽ ചുരുക്കി ക്വാഡ് എന്ന് പറയുന്നതേ ഉള്ളൂ. അത് ഇന്ത്യയും ജപ്പാനും ഓസ്ട്രേലിയയും അമേരിക്കയും ചേർന്നാണ്. ആ ക്വാഡ് സഖ്യം ബൈഡനും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പക്ഷെ ആ ക്വാഡ് സഖ്യത്തിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയ്ക്ക് എതിരെയുള്ള ശക്തമായ ഒരു ഗ്രൂപ്പായിട്ടാണ് ക്വാഡിനെ അദ്ദേഹം കൊണ്ടുവരാൻ പോകുന്നത്, അല്ലെങ്കിൽ കൊണ്ടുവന്നതും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിൽ ആണിക്കല്ലായിട്ട് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കേണ്ടത് ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ശക്തമായ സപ്പോർട്ട് അദ്ദേഹം തരാൻ സാധ്യതയുണ്ട്. അതുപോലെ കാനഡയുടെ ജസ്റ്റിൻ ട്രൂഡോ എന്ന പ്രൈം മിനിസ്റ്ററിനെ ഡൊണാൾഡ് ട്രംപിന് കണ്ണിന് മുന്നിൽ കണ്ടുകൂടാ. അദ്ദേഹത്തിന് ജസ്റ്റിൻ ട്രൂഡോയുമായിട്ട് വളരെ മോശമായിട്ടുള്ള ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഖാലിസ്ഥാൻ വാദിയായ നിജ്ജറിനെ കൊലപാതകം ഇന്ത്യൻ ഏജൻസികളിൽ ചേർന്ന് അവിടെ കാനഡയിൽ ചെയ്തു എന്നുള്ള പേരിൽ ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യക്കെതിരെ പരസ്യമായ പല ആരോപണങ്ങളും ഉന്നയിക്കുകയും ഇന്ത്യക്ക് നയതന്ത്ര മേഖലയിൽ വലിയ സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ആ സമയത്ത് ബൈഡൻ കാനഡയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ഇപ്പോൾ അവിടെ അധികാരത്തിലിരിക്കുന്ന പ്രസിഡന്റ്. ഇനി ട്രംപ് അധികാരത്തിൽ വന്നാൽ അത്തരത്തിൽ ഒരു സപ്പോർട്ടും കാനഡയ്ക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് മാത്രമല്ല, ഈ ഖാലിസ്ഥാൻ വാദികൾക്ക് അമേരിക്കയുടെ ഒക്കെ അകത്തും കുറച്ച് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആ സപ്പോർട്ടുകളെല്ലാം അവസാനിക്കാൻ സാധ്യതയുണ്ട്. ആ കാര്യത്തിൽ ഖാലിസ്ഥാൻ വാദികളായിട്ടുള്ള ആൾക്കാരെ നേരിടുന്ന കാര്യത്തിൽ ഇന്ത്യക്ക് കുറച്ചുകൂടെ നല്ല ഒരു സപ്പോർട്ട് അമേരിക്കയുടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് അതാണ്. ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാനഡയ്ക്ക് അമേരിക്കയുടെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സപ്പോർട്ടും ഇനി കിട്ടാൻ പോകുന്നെന്ന് തോന്നുന്നില്ല. അപ്പം ആ രീതിയിലൊക്കെ അത് ഇന്ത്യക്ക് നല്ലതായിട്ട് വരും. പിന്നെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനും ബംഗ്ലാദേശും. ഇതിൽ പാകിസ്ഥാനും ട്രംപിന്റെ പീരീഡിൽ അവർ തീവ്രവാദത്തിനുള്ള സഹായം കൊടുക്കുന്നു എന്നുള്ള പേരിൽ അമേരിക്ക കൊടുത്തുകൊണ്ടിരുന്ന സാമ്പത്തിക സഹായങ്ങളെല്ലാം നിർത്തിവെച്ചിരുന്നു. ട്രംപ് പാകിസ്ഥാന് അമേരിക്ക കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങളും സ്റ്റോപ്പ് ചെയ്തു അദ്ദേഹത്തിന്റെ പ്രസിഡൻസി പീരീഡിൽ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഇനി IMF-ൽ നിന്നും വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ കുറെ ലോൺ എടുത്താണ് അവർ മുന്നോട്ട് പോകുന്നത്. ആ ലോണൊക്കെ എടുക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ടെന്ന് വിശകലന വിദഗ്ധർ പറയുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാനുമായിട്ടുള്ള ട്രംപിന്റെ സമീപനം അത്ര നല്ലതായിരിക്കാൻ സാധ്യതയില്ല. അതുപോലെ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന ഗവൺമെന്റിനെ പുറത്താക്കി ഇപ്പോൾ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റിനെ കൊണ്ടുവരാൻ ബൈഡൻ ഭരണകൂടത്തിന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് യൂനിസ് ട്രംപിനെ വളരെ മോശമായിട്ട് ആക്ഷേപിച്ചിട്ടുണ്ട്. 2016 ട്രംപ് അവിടെ അധികാരത്തിൽ വരുമ്പോൾ മുഹമ്മദ് യൂനിസ്, അന്ന് അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധൻ മാത്രമാണ്, അദ്ദേഹം പാരീസിൽ ഒരു മീറ്റിംഗിൽ വെച്ച് പറഞ്ഞത്, ട്രംപ് അധികാരത്തിൽ വന്ന കേട്ടിട്ട് എനിക്ക് ബോധക്ഷയം വരുന്നു, അതിനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു അദ്ദേഹം വളരെ മോശമായിട്ടുള്ള ഭാഷയിൽ ട്രംപിനെ ആക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് ബംഗ്ലാദേശിൽ വലിയ സപ്പോർട്ട് ട്രംപിന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. അതിന് മുന്നോടിയായിട്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യമേ ഇറക്കി കഴിഞ്ഞു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കെതിരെയൊക്കെ അവിടെ വലിയ ആക്രമണങ്ങളുണ്ടായി. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ ബംഗ്ലാദേശിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് പരാജയപ്പെട്ടു. അവരെ ആ കാര്യത്തിൽ അക്കൗണ്ടബിൾ ആക്കും എന്ന് ട്രംപിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. അപ്പൊ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഈ രണ്ട് രാജ്യങ്ങൾ, ബംഗ്ലാദേശിനും പാകിസ്ഥാനും, ഈ ട്രംപിന്റെ ഭരണം അവിടെ വരുന്നത് അത്ര നല്ല കാര്യമായിരിക്കാൻ സാധ്യതയില്ല. ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു ഹോപ്പും കൂടിയാണ്. ഷെയ്ഖ് ഹസീന എക്സിലും ഒക്കെ ട്രംപിന്റെ വിജയത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്യുകയും ഒപ്പം അവരുടെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ബംഗ്ലാദേശിൽ ട്രംപിന്റെ ചിത്രങ്ങളുമായിട്ട് പ്രകടനം നടത്തുകയും ചെയ്തു എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇന്ത്യക്ക് ഇത്തരം കാര്യങ്ങളിലെല്ലാം ട്രംപിന്റെ സമീപനം വളരെ നല്ലതായിരിക്കും. അതുപോലെ ഈ ബൈഡൻ ഭരണകൂടം പലപ്പോഴും മോദി ഗവൺമെന്റിനെ
വിമർശിക്കാറുണ്ടായിരുന്നു. ആ ഭരണകൂടം ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു, ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉള്ള അവകാശ ലംഘനങ്ങൾ നടക്കുന്നു, അതുപോലെ മനുഷ്യാവകാശ പ്രവർത്തകരെ ഇന്ത്യ ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെ പേരിൽ ബൈഡൻ ഭരണകൂടം പലപ്പോഴും ഇന്ത്യയെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു ക്രിട്ടിസിസവും ട്രംപിന്റെ ഭരണകൂടത്തിൽ നിന്ന് ഇന്ത്യക്ക് നേരിടേണ്ടി വരത്തില്ല. ആ കാര്യത്തിൽ മോദിക്ക് കുറച്ചുകൂടെ നല്ല സമീപനമായിരിക്കും ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പോകുന്നതെന്നും പറഞ്ഞ വിദഗ്ധരല്ല, ഈ മേഖലയിലെ വിദഗ്ധരെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇന്ത്യയുമായിട്ട് ചില പ്രശ്നങ്ങൾ ട്രംപിന്റെ ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിലൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പല സാധനങ്ങളുടെ മുകളിൽ വലിയ തീരുവ, ഇംഗ്ലീഷിൽ താരിഫ് എന്ന് പറയും, ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രംപിന്റെ പീരീഡിൽ ഒരു പ്രശ്നം ഉണ്ടായതാണ് ഹാർലി ഡേവിഡ്സൺ ബൈക്കുകളുടെ കാര്യം. ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ ഇന്ത്യയിലല്ല മാനുഫാക്ചർ ചെയ്യുന്നത്, അമേരിക്കയിൽ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുക. അപ്പം അത്തരത്തിൽ ഉള്ള ഇറക്കുമതിയിൽ ഇന്ത്യ 200% താരിഫ് ഏർപ്പെടുന്നത്. അപ്പം ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ബൈക്ക് കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ വില 3 ഇരട്ടിയൊക്കെ. അപ്പോൾ ഇവിടെ അത് വിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിച്ച് തിരിച്ച് അമേരിക്കയിൽ പോവുകയും ചെയ്തു. അത് അന്ന് ട്രംപ് വലിയ പ്രശ്നം ഉണ്ടാക്കി അതിന്റെ പേരിൽ. എന്നിട്ട് പറഞ്ഞു, ഇത്തരത്തിൽ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾ അങ്ങോട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ അമേരിക്കയിലും ഇന്ത്യൻ സാധനങ്ങൾക്ക് വലിയ തീരുവ ഏർപ്പെടുത്തുന്ന അതേ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരുപാട് കച്ചവടം നടക്കുന്നുണ്ട്. ചൈന കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി അമേരിക്കയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപ് ഈ പ്രചരണ വേളയിലൊക്കെ പറഞ്ഞതുപോലെയും 2016 അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രോഡക്റ്റുകളുടെ മുകളിൽ ഈ തീരുവയൊക്കെ ഏർപ്പെടുത്തിയാൽ അത് ഇന്ത്യൻ സാധനങ്ങൾ അവിടെ കൊണ്ടുപോകുന്നതിനും വിൽക്കുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇന്ത്യൻ പ്രൊഫഷണലുകൾ, ഇപ്പം നമ്മുടെ ഇൻഫോസിസ്, TCS ഒക്കെ പോലുള്ള കമ്പനികളുടെ ഒരുപാട് IT വിദഗ്ധരൊക്കെ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിന് H1B വിസ എന്ന് പറഞ്ഞൊരു വിസയൊക്കെ വേണം. അതൊക്കെ റെസ്ട്രിക്ട് ചെയ്തായിരുന്നു ട്രംപിന്റെ പീരീഡിൽ. അതിന്റെ കാരണം അമേരിക്കയിൽ തദ്ദേശീയമായിട്ട് ഒരുപാട് ജോലി കൊടുക്കണം, അമേരിക്കയിലെ ആൾക്കാർക്ക് ജോലി കൊടുക്കണം, അല്ലാതെ പുറത്തുനിന്ന് വരുന്നവർക്കല്ല അമേരിക്കയുടെ എക്കോണമി കൊണ്ട് ഗുണമുണ്ടാവേണ്ടെന്നുള്ള രീതിയിലാണ് അദ്ദേഹം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചത്. അന്ന് അമേരിക്കയിൽ ഏതാണ്ട് 1 ലക്ഷത്തോളം IT പ്രൊഫഷണൽസിനെ ഇൻഫോസിസ് എന്ന് പറഞ്ഞ ഒറ്റ കമ്പനിക്ക് മാത്രം റിക്രൂട്ട് ചെയ്യേണ്ടി വരികയൊക്കെ ചെയ്തു. അത്തരത്തിലുള്ള സമീപനങ്ങൾ അദ്ദേഹം തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ IT കമ്പനികൾ, ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, ഇങ്ങനെയൊക്കെയുള്ള കമ്പനികൾക്ക് അമേരിക്കയിൽ കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിന്റെ പ്രസിഡൻസി ഇങ്ങനെയുള്ള ചില ഇറിറ്റൻസ് ഉണ്ടെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഇപ്പോഴത്തെ ബൈഡൻ ഭരണകൂടത്തിനെക്കാളും കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഡിഫൻസ് മേഖലയിൽ, റിസർച്ച് മേഖലയിൽ, മറ്റ് ടെക്നോളജി മേഖലയിൽ എല്ലാം വലിയ സഹകരണം പ്രതീക്ഷിക്കാം. ട്രംപിന്റെ ആദ്യത്തെ പ്രസിഡന്റ് പദവിയുടെ പീരീഡിലും അങ്ങനെയായിരുന്നു. ഒപ്പം ഇന്ത്യക്ക് ക്രിട്ടിക്കൽ ടെക്നോളജിയിൽ പലതിലും നമുക്ക് വലിയ സഹകരണം പ്രതീക്ഷിക്കാൻ പറ്റുകയും ഇന്ത്യക്ക് പല ടെക്നോളജിയും ട്രാൻസ്ഫർ ചെയ്ത് തരാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ട്. എന്തായാലും ഏഷ്യയിൽ ട്രംപിന്റെ ഏറ്റവും വലിയ ഒരു പങ്കാളി ഇന്ത്യ തന്നെ ആയിരിക്കും. കാരണം പ്രത്യേകിച്ച് മോദി ഭരണകൂടത്തോടും മോദിയോടുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യം, പിന്നെ ചൈനയ്ക്കെതിരെ എടുക്കുന്ന സ്റ്റാൻഡിൽ അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എപ്പോഴും ചൈനയ്ക്കെതിരെ എടുക്കുന്നത്. അതിന് സ്വാഭാവികമായിട്ട് ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്തിന്റെ പിന്തുണ വേണമെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പം ഇതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ട്രംപിന്റെ ഭരണകൂടത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ലോകത്തിന് മൊത്തം നോക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതുപോലെ ട്രംപ് വ്യക്തിപരമായിട്ട് പല തീരുമാനങ്ങളും എടുക്കുന്നത് അമേരിക്കയ്ക്ക് ഗുണമാകണം എന്നുള്ള രീതിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പം ലോകത്തിന് ദോഷമായി വന്നേക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ ഭരണകൂടം ഇരിക്കുന്ന സമയത്ത് 1-2 നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തത് എനിക്ക് ഇപ്പോഴും വ്യക്തമായിട്ടുള്ള ഓർമ്മയുള്ളത്. ഒന്ന്, നോർത്ത് കൊറിയ എന്നൊരു രാജ്യം, നമുക്കറിയാം ഒരു പൊതുവെ ഒരു റോഗ് നേഷൻ എന്നൊക്കെയാണ് അമേരിക്ക പറയാം, തെമ്മാടി രാജ്യമെന്ന്. ആ നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് ഉന്നിന് സിംഗപ്പൂരിലെ സെൻഡോസ എന്ന് പറയുന്ന ഐലൻഡിൽ മീറ്റിങ്ങിന് കൊണ്ടുവന്ന് മീറ്റിങ്ങിനൊപ്പം ഇരുത്തി അദ്ദേഹം 2-3 തവണ നോർത്ത് കൊറിയൻ പ്രസിഡന്റുമായിട്ട് ഒരുമിച്ചിരുന്ന് ചർച്ചകൾ നടത്തി. അവരെ ഒരു ചർച്ചയുടെ തലത്തിലേക്ക് കൊണ്ടുവരാൻ അന്ന് ട്രംപിന് കഴിഞ്ഞിരുന്നു. ഫൈനലി അത് വലിയ ഔട്ട്കം ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും നോർത്ത് കൊറിയൻ പ്രസിഡന്റ് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റിനൊപ്പം ഒരുമിച്ചിരുന്നു 2-3 തവണ എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അതുപോലെ അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു അന്നത്തെ എഗ്രിമെന്റ്, അതൊരു പാത്ത് ബ്രേക്കിംഗ് എഗ്രിമെന്റ് ആയിരുന്നു, അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന സംഭവം. അതായത് ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. മെച്ചപ്പെടുകയും ചെയ്തു. UAEയും ഇസ്രായേലും തമ്മിൽ ബന്ധം നോർമലൈസ് ചെയ്തു. സൗദിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം നോർമലൈസ് ചെയ്യുന്ന പദ്ധതി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, അതെല്ലാം അബ്രഹാം അക്കോർഡിന്റെ ബേസിലായിരുന്നു. അബ്രഹാം അക്കോർഡ് ട്രംപ് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ October 7 ഹമാസ് അവിടെ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നത്. അതിനുശേഷം അതെല്ലാം തകിടം പറഞ്ഞു പോയി. അല്ലെങ്കിൽ ഒരു നന്നായിട്ട് നോർമലൈസ് ചെയ്തായിരുന്നു അറബ് രാജ്യങ്ങളും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം. അതിനുവേണ്ടിയാണ് അബ്രഹാം അക്കോർഡ് കൊണ്ടുവന്നത്. അങ്ങനെ കുറേ നല്ല കാര്യങ്ങളൊക്കെ ട്രംപ് ലോകത്തിന് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പ്രസിഡൻസി അല്ലെ, പുതിയൊരു പ്രസിഡന്റ് പദവിയിലേക്ക് ട്രംപ് 2025 ജനുവരി 20 അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും അധികാരമാക്കാൻ പോകുന്നത്. അപ്പോൾ ലോകത്ത് നല്ലത് സംഭവിക്കും, ഇന്ത്യക്ക് നല്ലത് സംഭവിക്കും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം.